ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഈ ഒരുങ്ങി കിട്ടി എങ്ങോട്ടാ പോകണമെന്നല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കണേ. ഞാനിപ്പം വയനാട് മാറ്റി പോവാണ്. സോ ആക്ച്വലി ഇത് ജർമ്മനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വയനാട് ഒന്നുമല്ല. അത് നടക്കണത് ശരിക്കും ഡോർട്ട്മുണ്ടിലാണ്. ഇത് ഡ്യൂട്ടിയൊക്കെ കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഐ തോട്ട് എൻ്റെ ഇവിടുത്തെ വയനാട് മാർക്ക് കാണിച്ചു തരാമെന്ന്. നാട്ടിൽ ഇരുന്നപ്പോൾ ഞാനും ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വയനാട് മാർക്ക് അടിപൊളിയാണ്, അതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാം. ഓക്കെ, ഞാൻ ഏകദേശം അടുത്തെത്തി. ആൻഡ് ഇത് ഭയങ്കര ചെറിയൊരു വയനാട്, ബട്ട് ഇതിൻ്റെ ഒരു വലിയ വെർഷനാണ് ബാക്കി എല്ലായിടത്തും ഉള്ളത്. സോ ലെറ്റ്സ് എൻജോയ്. സോ ഗൈസ്, അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കുഞ്ഞ് വയനാട് മാർച്ചാണ്. നോർമലി വലിയ വയനാട് മാർച്ചിൽ വലിയ എന്താ പറഞ്ഞേ ആകാശൂഞ്ഞാലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നീണ്ടു നിവർന്ന് കിടക്കണ വയനാട് മാർച്ചൊക്കെ ജർമ്മനിലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു സ്റ്റുട്ട്ഗാർട്ടൊക്കെ പോയപ്പോൾ അവിടെ കുറച്ചുകൂടെ വലുതാണ്. ഞാൻ കണ്ടത് വെച്ചിട്ടും ചെറിയ വയനാട് മാർച്ചാണ് ഇപ്പം ഞാൻ കാണിച്ച എൻ്റെ ഈ വയനാട് മാർച്ച്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ചെറുതായിട്ട് അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ ഉത്സവം അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ വൈബൊക്കെ തന്നെയാണ്. മെയിനായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ വയനാട് മാർച്ചിൽ എല്ലാവരും വന്നു കഴിയുമ്പോൾ കുടിക്കുന്ന ഒരു സാധനമാണ് ഗ്ലൂ വൈൻ. അപ്പം ഇനി അങ്ങോട്ട് മഞ്ഞവട്ട. ഓക്കെ, ഇവിടെ ഞാൻ നിർത്തിയിട്ട് പോവാം. ഓക്കെ, ഗ്ലൂ വൈൻ അതെന്ന് പറയണത് ഇച്ചിരി ചൂടുള്ളൊരു വൈനാണ്. അത് നമ്മുടെ സ്പൈസസ് കുറേയൊക്കെ ഇട്ടാക്കണൊരു വൈനാണ്. ആക്ച്വലി അത് നല്ലതാണെന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എനിക്കങ്ങനെ പൊതുവേ വൈൻ്റെ ഒന്നും ടേസ്റ്റ് പിടിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ബട്ട് ട്രൈ ചെയ്യുന്ന ഇപ്പം ജർമ്മനി വന്ന് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ വരുന്നവർക്ക് ഓഫ്കോഴ്സ് ട്രൈ ചെയ്യാവുന്നൊരു സാധനമാണ് ഗ്ലൂ വൈൻ. സോ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ വയനാട് മാർച്ച് കാര്യങ്ങളൊക്കെ ജർമ്മനി കാണുന്നവർ എങ്ങനെയാണ് കാണാൻ പോയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് ഇഷ്ടമായോ, യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.